ടോണിയുടെ ജീപ്പ് കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അച്ചു അവിടെ തന്നെ അനങ്ങാതെ നിന്നു. അവൻ്റെ ജീപ്പിൻ്റെ ശബ്ദം പോലും പതിയെ അകന്നുപോയി. പക്ഷേ അവൻ്റെ വാക്കുകൾ മാത്രം അവളുടെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. വരുന്ന 12-ാം തീയതി ഞായറാഴ്ചയാണ് എൻ്റെ മനസ്സമ്മതം. എല്ലാവരും തീർച്ചയായും വരണം. ആ വാക്കുകൾ അവൾ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരുന്നു. ഓരോ തവണയും ആ വാക്കുകൾ ഓർക്കുമ്പോൾ അച്ചുവിൻ്റെ നെഞ്ചിലെ വേദന കൂടുതൽ കൂടി വന്നു. അവൾ പതിയെ അകത്തേക്ക് നടന്നു. മുറിയിലെത്തിയതും വാതിലിനോട് ചാരി നിന്നുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അപ്പോഴും അവളുടെ മനസ്സിൽ ഓരോരോ ചിന്തയായിരുന്നു. തൻ്റെ ഇച്ചായൻ. എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചിട്ടും അവളുടെ മനസ്സിൽ നിന്നും ഇച്ചായൻ്റെ മുഖം മായുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ രാത്രി അവൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഇച്ചായൻ്റെ ഓർമ്മകളുമായി കരഞ്ഞുകൊണ്ട് അവൾ ആ രാത്രി തള്ളി നീക്കി. എത്ര തവണ മനസ്സിനോട് ഇച്ചായനെ മറക്കണമെന്ന് പറഞ്ഞിട്ടും മനസ്സത് കേൾക്കാത്തതുപോലെ അവൾക്ക് തോന്നി. പിറ്റേന്നു രാവിലെ അമ്മു അച്ചുവിനെ കൂട്ടിക്കൊണ്ടു പോകാനായി അവളുടെ വീട്ടിലെത്തി. അമ്മേ, അച്ചു എവിടെ? ആ, നീ എത്തിയോ അമ്മു? ഉവ്വമ്മേ, അച്ചു ഇതുവരെ റെഡിയായില്ലേ? എനിക്കറിയില്ല മോളെ. അവൾ രാവിലെ എഴുന്നേറ്റിട്ട് പോലുമില്ല. രാത്രി ഒന്നും കഴിച്ചിട്ടുമില്ല. വിളിച്ചപ്പോൾ കുറച്ചു നേരം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞ് വാതിൽ പോലും തുറന്നിട്ടില്ല. അച്ചുവിൻ്റെ അമ്മയുടെ മുഖത്ത് ആശങ്ക നിറഞ്ഞിരുന്നു. എന്തു പറ്റിയെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളെ, നിനക്ക് എന്തെങ്കിലും അറിയാമോ? ഏയ്, എനിക്കൊന്നും അറിയില്ല അമ്മേ. ഞാൻ എന്തായാലും അവളെ ഒന്ന് കാണട്ടെ. അച്ചുവിൻ്റെ വിഷമത്തിൻ്റെ കാരണം അറിയാമായിരുന്നെങ്കിലും അതൊന്നും അമ്മയോട് പറയാൻ അമ്മുവിന് തോന്നിയില്ല. അമ്മു അച്ചുവിൻ്റെ മുറിയിലെത്തി വാതിൽ തട്ടി. അച്ചു, വാതിൽ തുറക്ക്. അകത്തുനിന്നും അച്ചുവിൻ്റെ ശബ്ദം കേട്ടു. ഞാനിന്ന് പോകുന്നില്ല. കുറച്ചു നേരം കൂടി കിടക്കട്ടെ. ഇത് ഞാൻ അമ്മുവാ. നീ വാതിലൊന്ന് തുറന്നേ. അമ്മു പറഞ്ഞതും അച്ചു വാതിൽ പതിയെ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അച്ചുവിനെ കണ്ടപ്പോൾ അമ്മു ഒന്ന് പകച്ചുപോയി. മുടിയെല്ലാം പാറി പറന്ന് കിടക്കുന്നു. മുഖമാകെ കരഞ്ഞു വീർത്തിരിക്കുന്നു. തലേ ദിവസം വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാനായി അമ്മുവിനെ വിളിക്കാൻ വന്നപ്പോഴുണ്ടായിരുന്ന അതേ വേഷം തന്നെയായിരുന്നു അപ്പോഴും അവൾ ധരിച്ചിരുന്നത്. എന്തച്ചു, നിനക്കിത് എന്താ പറ്റിയത്? ഇന്നലെ വൈകുന്നേരം വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ? അമ്മു ആകുലതയോടെ ചോദിച്ചു. അത് കേട്ടതും അച്ചു അമ്മുവിനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഇച്ചായനെ മറക്കാൻ കഴിയുന്നില്ല അമ്മു. ഞാനിനി എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഇച്ചായനെ എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. അച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട അച്ചു, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. അമ്മു അവളെ ചേർത്ത് പിടിച്ചു. എനിക്ക് എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ പോലും തോന്നിപ്പോകുന്നു. വേണ്ട അച്ചു, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നീ നിന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ നഷ്ടം നിന്റെ അച്ഛനും അമ്മയ്ക്കും പിന്നെ എനിക്ക് മാത്രമായിരിക്കും. അമ്മു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നീ നിന്റെ ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ട് ഇച്ചായൻ്റെ കല്യാണം മുടങ്ങാൻ പോകുന്നില്ല. അത് കൃത്യസമയത്ത് തന്നെ നടക്കും. അമ്മ ഒന്ന് നിർത്തിയ ശേഷം പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പിന്നെ നിന്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം നിന്റെ ഇച്ചായനില്ല, അത്രമാത്രം. അമ്മ അവളെ ചേർത്ത് പിടിച്ച് കൂടുതൽ ആശ്വസിപ്പിച്ചു. ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും വിഷമിക്കുന്നത് നീ കാണേണ്ടി വരും. അവരെങ്ങനെ വിഷമിപ്പിക്കാതെ ആദ്യം നീ വേഷമൊക്കെ മാറ്റി വാ. കരഞ്ഞു തളർന്നിരിക്കുന്ന അച്ചുവിനെ ഓരോന്നും പറഞ്ഞ് അമ്മ ആശ്വസിപ്പിച്ചു. മനസ്സ് തളർന്നു കിടക്കുമ്പോഴും അത് പുറത്ത് കാണിക്കാതെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. 2 ദിവസമായി അവൾ കോളേജിലേക്കും അമ്പലത്തിലേക്കും പോയില്ല. വീട്ടിൽ തന്നെയായിരുന്നു. ഇച്ചായിൻ്റെ മുന്നിൽ എങ്ങനെങ്കിലും ചെന്നുപെട്ടാൽ അവനെ ഒന്ന് നേരിട്ട് കാണാൻ പോലും തനിക്ക് കഴിയില്ലെന്ന് അവൾക്ക് തോന്നി. ഈ 2 ദിവസവും അമ്മു അച്ചുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അച്ചു മനസ്സ് മാറി എന്തെങ്കിലും അബദ്ധം ചെയ്താലോ എന്നൊരു പേടി അമ്മുവിനുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം അമ്മു കോളേജിലേക്ക് പോകാതിരുന്നപ്പോൾ അവളുടെ അമ്മ ഒരുപാട് ശകാരിക്കുകയും എന്തൊക്കെയോ പറഞ്ഞ് അമ്മുവിനെ കോളേജിലേക്ക് വിട്ടു. അച്ചുവിനെ എത്ര പ്രാവശ്യവും നിർബന്ധിച്ചിട്ടും അവൾ കോളേജിലേക്ക് പോകാൻ തയ്യാറായില്ല. അവൾ വീട്ടിൽ തന്നെ നിന്നു. അച്ചു കോളേജിലേക്ക് വരാത്തതിനാൽ വിഷമിച്ചാണ് അമ്മ വീട്ടിൽ നിന്ന് പോയത്. അമ്മു പാടവരമ്പ് കഴിഞ്ഞ് റോഡിലേക്ക് കയറിയതും അവൾ കണ്ടു ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ടോണിയെ. അവൻ്റെ മുഖത്ത് വിഷമവും
നിരാശയും വേദനയും ഉണ്ടായിരുന്നു. നോക്കിയാൽ തന്നെ അറിയാം, കുറേ ദിവസങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ അവൻ്റെ കണ്ണുകൾ ക്ഷീണിച്ചിരിക്കുന്നു. അമ്മുവിനെ കണ്ടതും അവൻ്റെ നോട്ടം അവളുടെ അടുത്തേക്ക് നീളുന്നതായി അമ്മുവിന് തോന്നി. ആരെയോ പ്രതീക്ഷിച്ച് നിന്നിട്ട് കാണാതായ പോലെ അവൻ്റെ മുഖത്ത് നിരാശയും വിഷമവും വ്യക്തമായിരുന്നു. അമ്മുവിൻ്റെ ഉള്ളിലൊരു സംശയം ഉണർന്നു. ഇനി അച്ചുവിനെ കാണാത്തത് കൊണ്ടാണോ ഇച്ചായന് ഇത്ര നിരാശയും വിഷമവും? ഏയ്, ആയിരിക്കില്ല. അങ്ങനെയായിരുന്നെങ്കിൽ റോസിനെ വിവാഹം കഴിക്കാൻ പോകുമോ? അമ്മുവിൻ്റെ മനസ്സിൽ സംശയങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും മില്ലിൽ നിന്ന് ആരോ ടോണിയെ വിളിച്ചു. ആ വിളി കേട്ടതും ടോണി ജീപ്പിൽ കയറി അവിടെ നിന്ന് പെട്ടെന്ന് പോയി. ഉള്ളിൽ നിറഞ്ഞ സംശയങ്ങളുമായി അമ്മു കോളേജിലേക്കും നടന്നു. വൈകുന്നേരം കോളേജിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ അച്ചു പതിവ് പോലെ കോളേജിലെ കാര്യങ്ങൾ ചോദിച്ചു. അമ്മുവിന് മനസ്സിലായിരുന്നു, അച്ചു കോളേജിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയല്ല ഇതെല്ലാം ചോദിക്കുന്നതെന്ന്. വരുന്ന വഴിക്ക് ഇച്ചായിനെ കണ്ടോ എന്നാണ് ചോദിക്കാൻ വേണ്ടിയെന്ന് അമ്മുവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചായിനെ കണ്ടതും ഇച്ചായിൻ്റെ മുഖത്ത് കണ്ട വിഷമവും നിരാശയും വേദനയും അമ്മു അച്ചുവിനോട് പറയാൻ തോന്നിയില്ല. ഇനിയും പ്രതീക്ഷ നൽകി അവളെ നിരാശപ്പെടുത്താൻ അമ്മു തയ്യാറായില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അച്ചുവിൻ്റെ അച്ഛൻ വീട്ടിലെത്തി. അച്ചുവിന് ഇഷ്ടമുള്ള പരിപ്പുവടയും കൊണ്ടാണ് അച്ഛൻ വന്നത്. അമ്മു വേഗം അച്ചുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ പൊതി വാങ്ങി. അതിൽ നിന്ന് ഒരു പരിപ്പുവട എടുത്ത് ഒന്ന് അവൾക്കും മറ്റൊന്ന് അച്ചുവിനും കൊടുത്തു. അപ്പോഴേക്കും അച്ചുവിൻ്റെ അമ്മ ചായയുമായി അവിടേക്ക് വന്നിരുന്നു. അച്ചുവിൻ്റെ അച്ഛൻ ചായ വാങ്ങിക്കൊണ്ട് പറഞ്ഞു, അതെ, നീ അറിഞ്ഞോ ലീലാമേ? എന്താ? നമ്മുടെ കൊട്ടാരം മറ്റത്തെ ടോണിച്ചായനെ കുറിച്ച് നാട്ടിൽ പലതും പറയുന്നുണ്ട്. 2-3 ദിവസമായിട്ട് അവൻ എല്ലാവരോടും ദേഷ്യപ്പെടുകയാണത്രേ. തൊഴിലാളികളോടും പുറത്തുള്ളവരോടുമൊക്കെ. എന്തിനാണെന്നറിയില്ല, പെട്ടെന്ന് അവൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയതുപോലെയാണ്. അച്ചുവിൻ്റെ അമ്മ അത്ഭുതത്തോടെ നോക്കി. ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യന് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അച്ഛൻ തുടർന്നു, മില്ലിലെ ഏതൊരു തൊഴിലാളിയെ തല്ലിയെന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്ന് കവലയിൽ പറയുന്നുണ്ട്. എന്താണ് പറ്റിയതൊന്നും എനിക്കറിയില്ല. അല്പനേരം നിശബ്ദനായ ശേഷം അച്ഛൻ വീണ്ടും പറഞ്ഞു, ഒന്നാമത് അവൻ്റെ കല്യാണം ഉറപ്പിച്ച് കല്യാണം അടുത്തു വന്നിരിക്കുന്ന സമയമാണ്. ഈ ചെക്കനത് എന്തു പറ്റിയെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത്രയും പറഞ്ഞ് അച്ചുവിൻ്റെ അച്ഛൻ്റെ അകത്തേക്ക് കയറിപ്പോയി. അച്ചു നിരാശയോടെ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മു, എന്താ ഞാനീ കേൾക്കുന്നത്? അവളുടെ ശബ്ദം ഇടറി. എൻ്റെ ഇച്ചായൻ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയോ അവരെ തല്ലുകയോ ചെയ്തെന്നോ? ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ സാധിച്ചു? അച്ചു വേദനയോട് ചോദിച്ചു. ഇച്ചായൻ എന്തു പറ്റി അമ്മു? ഇച്ചായൻ എന്തെങ്കിലും വിഷമമുണ്ടോ? അമ്മു അവളെ നോക്കി. എനിക്കെങ്ങനെ അറിയാച്ചു? ഞാൻ അയാളുടെ വീട്ടിലാണോ താമസിക്കുന്നത്? അയാളുടെ സ്വഭാവം മനസ്സിലാക്കാനും എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് അറിയാനും. അമ്മുവിൻ്റെ മറുപടി കേട്ട് അച്ഛനു ദേഷ്യവും സങ്കടവും വന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കെൻ്റെ ഇച്ചായനൊന്ന് കാണണം അമ്മു, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഒരു വട്ടമെങ്കിലും എനിക്കെൻ്റെ ഇച്ചായനൊന്ന് കാണണം. കുറച്ചു നിമിഷം മിണ്ടാതിരുന്ന ശേഷം അവൾ വീണ്ടും ചോദിച്ചു, ഇച്ചായനെ പോലീസുകാർ തല്ലുമോ അമ്മു? അമ്മു അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ദേ അച്ചു, നീ ഒന്നും മിണ്ടാതിരിക്കേ. നിനക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമോ? അച്ചു ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ പോയാൽ നിന്നെ ആരാണ് അവിടെ പോയി കാണിക്കുക? നീ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ നിന്നെ വെറുതെ വിട്ടേന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മു അവളെ ശാസിച്ചു. നിന്റെ കൂടെ ആര് വരും? ഈ രാത്രി പോലീസ് സ്റ്റേഷൻ വരെ നിന്റെ അച്ഛനെ കൊണ്ട് നീ പോകുമോ? അമ്മുവിൻ്റെ വാക്കുകൾ കേട്ട് അച്ചു ഒന്നും പറയാനാകാതെ നിന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയായിരുന്നു, എങ്ങനെയെങ്കിലും ഇച്ചായനെ ഒന്ന് കാണണം. അവൻ എന്തിനാണ് ഇങ്ങനെ മാറിയത്? എന്തിനാണ് എല്ലാവരോടും ദേഷ്യപ്പെടുന്നത്? എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്? അതിൻ്റെ ഉത്തരം അറിയാതെ അച്ചുവിന് ഇനി സമാധാനമായി ഇരിക്കാൻ കഴിയില്ലായിരുന്നു. അവൾ പതിയെ അമ്മുവിനെ നോക്കി. അമ്മു, എന്തായാലും എനിക്ക് ഇച്ചായനെ ഒന്ന് കാണണം. അമ്മു അവളുടെ മുഖത്തേക്ക് നോക്കി. അച്ചുവിൻ്റെ കണ്ണുകളിൽ ഇത്തവണ സങ്കടം മാത്രമായിരുന്നില്ല. എന്ത് സംഭവിച്ചാലും ടോണിയെ കാണണമെന്ന ഉറച്ച തീരുമാനവും ഉണ്ടായിരുന്നു. പക്ഷെ ആ രാത്രി അച്ചെടുത്ത ആ തീരുമാനം അവളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് അവൾ അപ്പോൾ അറിഞ്ഞിരുന്നില്ല.